ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള അർജുൻ ആയങ്കിയുമായി തെളിവെടുപ്പ് പൂർത്തിയായി. ആയങ്കിയെ തിരിച്ച് ഇന്ന് കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. തെളിവെടുപ്പിനിടെ കണ്ടെത്തിയ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണ വിവരങ്ങൾ പോലീസിന് ലഭിക്കൂ. VS രഞ്ജിത്ത് വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ട ആ ഒരു മൊബൈൽ ഫോൺ. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആയങ്കി ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോലീസ് ഇയാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടാവും? ഷിഹാസ്, ശ്രുതി 3 ദിവസത്തെ കസ്റ്റഡിയിലാണ് അർജുൻ ആയങ്കിയെ പോലീസിന് അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നാളെ 11:30 മണി വരെ കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കും. പക്ഷേ തെളിവെടുപ്പും ചോദ്യം ചെയ്യലുമൊക്കെ പൂർത്തിയായ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ തിരിച്ചു കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇന്നലെ വിവിധ ഇടങ്ങളിൽ, അത് മട്ടന്നൂരിലും മരുതലായിലുമൊക്കെയായി വിവിധ ഇടങ്ങളിൽ അർജുൻ ആയങ്കിയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. മാത്രമല്ല, അർജുൻ ആയങ്കിയുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മൊബൈൽ ഫോൺ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലം ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകവുമാണ്. ഈ കേസിൽ മറ്റ് ആളുകളുടെ സഹായം അർജുൻ ആയങ്കിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇതിൽ പ്രതി ചേർക്കപ്പെടുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ അർജുൻ ആയങ്കിയെ കോടതിയിൽ തിരിച്ച് ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട്. ശരി രഞ്ജിത്ത്.